സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുധാകർ മംഗളോദി എഴുതിയ നോവൽ ഗൃഹപ്രവേശം തുടരുന്നു. ഭാഗം 10. ജോലി കഴിഞ്ഞെത്തിയാൽ അവൻ പിന്നെ പുറത്തു പോവില്ല. രേവയ്ക്കും മോനും അരികിൽ ചടഞ്ഞുകൂടും. അവളെ ഏകാന്തത വേട്ടയാടി കൂടല്ലോ. ജോലിക്കല്ലാതെ പുറത്തു പോവേണ്ടി വന്നാൽ ഭാര്യയെയും മോനെയും കൂടെ കൂട്ടും. വല്ലപ്പോഴും നകുലിൻ്റെ വീട് സന്ദർശിക്കും. ശാരദയുടെ പതിഞ്ഞ മട്ടി രേവയ്ക്ക് ഇഷ്ടമായി. ശാരി ചേച്ചിയിൽ അവൾ ആദർശ വനിതയെ കണ്ടു. ശാരദയുടെ രീതികൾ അവൾ കോപ്പി ചെയ്യാൻ ശ്രമിച്ചു. വിനയൻ്റെ അടുത്ത് ആവശ്യങ്ങൾ പറയുന്നത് അവൾ നിർത്തി. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ പഠിച്ചു. സിനിമയ്ക്ക് വിളിച്ചാൽ പോലും അവൾ മടി പറഞ്ഞു തുടങ്ങി. നമുക്ക് അല്പശേ പിശക്കാം വിനു. മോനെ നല്ല നിലയ്ക്ക് എത്തിക്കണ്ടേ? സ്വന്തം വീട് വേണ്ടേ? അതേ ചിന്തകൾ വിനയനും ഉണ്ടായിരുന്നു. എങ്കിലും രേവയുടെ നാവിൽ നിന്ന് കേൾക്കുമ്പോൾ താൻ ലോകത്തിൽ ഏറ്റവും ഭാഗ്യവാനായ ഭർത്താവാണെന്ന് അവന് തോന്നി. നിർബന്ധപൂർവ്വം അവൻ അവളെയും കൊണ്ട് പുറത്തു പോവും. അമ്പലത്തിൽ, പാർക്കിൽ, ബീച്ചിൽ, മലമുകളിലെല്ലാം. ഒരിക്കൽ രേവ പറഞ്ഞു, ഈ യാത്രയിൽ എവിടെയെങ്കിലും വെച്ച് നമ്മൾ അനുക്കുട്ടനെയോ കുട്ടേട്ടനെയോ മീനുവേട്ടത്തെയോ കണ്ടുമുട്ടിയാൽ നാം എത്ര സന്തോഷിക്കും. ഏത് അമ്പലത്തിൽ ചെന്നാലും അത്തരം ഒരു കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. കുട്ടേട്ടനും മീനുവേട്ടത്തെയും അനിയനും ഒന്നിച്ച് നമ്മൾ ഒരു ദിവസമെങ്കിലും സന്തോഷമായി ജീവിച്ചിട്ട് എനിക്ക് മരിച്ചാൽ മതി. പരിസരം മറന്നവളെ കെട്ടിപ്പിടിക്കാൻ അവന് ആവേശമുണ്ടായി. ഒരു രാത്രി നകുലൻ്റെ വീട്ടിലായിരുന്നു അന്ന് അത്താഴം. വീഡിയോയിൽ ഒരു മലയാള ചിത്രം. രേവയ്ക്ക് പടം കാണുന്നതിൽ വിരോധമൊന്നും ഇല്ലാലോ ഇല്ലേ? ശാരദ ചോദിച്ചു. ശാരദയുടെ മടിയിലായിരുന്നു കുട്ടൻമോൻ. ഒത്തിരി നാളായി ഒരു മലയാളം പടം കണ്ടിട്ട്. താല്പര്യം തോന്നിയില്ലെങ്കിലും രേവ ഭംഗിവാക്കു പറഞ്ഞു. ഒരു തനി എൻ്റർടൈനർ ചിത്രം. പൊടുന്നനെയാണ് സ്ക്രീനിൽ ഒരു മുഖം തെളിഞ്ഞത്. രേവ ഒരു നടുക്കത്തിൽ വിനയനെ നോക്കി. വിനയൻ നകുലനോട് എന്തോ തമാശ പൊട്ടിക്കുകയായിരുന്നു. രേവ വിനയനെ തട്ടി വിളിച്ചു. നോക്കൂ വിനു, അത് നമ്മുടെ അനിയനെ പോലില്ലെന്ന്. അപ്പോൾ മാത്രമാണ് വിനയൻ സ്ക്രീനിലേക്ക് കണ്ണയച്ചത്. ഒരു സാധാരണ നൃത്തരംഗമാണ്. കോളേജ് കുമാരന്മാരുടെ കോമാളി നൃത്തം. അവരുടെ നായകനായ അവൻ്റെ മുഖം ഇടയ്ക്കിടെ സമീപത്തെത്തും. നിമിഷങ്ങളിലേക്ക് വിനയൻ ശ്വാസം വിടാതെ നോക്കിയിരുന്നു. പിന്നെ വിസ്മയത്തിൽ വിറയ്ക്കുന്ന സ്വരത്തിൽ ആരോടൊന്നില്ലാതെ തിരക്കി, ആരാണീ നടൻ? ഞാൻ പറയാം, ശാരദ പറഞ്ഞു. അനു കമൽ. അനു കമൽ? അനു? വിനയൻ കിതച്ചു ചുറ്റും നോക്കി. ഒടുവിൽ ആ നോട്ടം രേവയിൽ തടഞ്ഞു നിന്നു. ഇരു കൈകളും നെഞ്ചിൽ ചേർത്ത് പിടിച്ച് രേവ വിസ്മയത്തിൽ ഉറഞ്ഞിരുന്നു. അതെ, അനു കമൽ പുതിയ നടനാണ്. ഇപ്പോൾ ഇയാളാണ് നമ്പർ 1. കഥയും സംഭാഷണവും സംവിധാനവും പാട്ടും എല്ലാം മൂപ്പർ തന്നെ. ഒരു വൺമാൻ ഷോ. പക്ഷേ ഇയാളുടെ പേര് കേട്ടാൽ മതി ഇപ്പോൾ ആളുകൾ തിയേറ്ററിൽ ഇരച്ചു കയറാൻ. വീണ്ടും ആ മുഖം ഒരിക്കൽ കൂടി ക്ലോസപ്പിലെത്താൻ തുടിക്കുന്ന ഹൃദയത്തോടെ വിനയനും രവിയും കാത്തിരുന്നു. സിനിമാ പ്രസിദ്ധീകരണങ്ങൾ മറിച്ചു നോക്കാത്ത, പത്രങ്ങളിലെ സിനിമാ പരസ്യത്തിലേക്ക് പോലും കണ്ണയക്കാത്ത വിനയൻ വെട്ടിപ്പീടുകൾ കയറി ഇറങ്ങി. കിട്ടാവുന്ന സകല സിനിമാ പ്രസിദ്ധീകരണങ്ങളും വിലയ്ക്ക് വാങ്ങിക്കൊണ്ടുവന്നു. വിനയനും രവിയും ചേർന്ന് പേജുകൾ സശ്രദ്ധം പരിശോധിച്ചു. എല്ലാ പ്രസിദ്ധീകരണങ്ങളിലുമുണ്ട് അനു കമലിൻ്റെ ചിത്രങ്ങൾ. അനു കമലല്ല, തൻ്റെ അനിയൻ, തൻ്റെ അനുക്കുട്ടൻ. നെറ്റിയുടെ മുകളിൽ മുടിയുടെ തുടക്കത്തിലുള്ള ഒരു കറുത്ത മറുകാണ് അവൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക്. നെറ്റിയിലേക്ക് വലിച്ചിട്ടിരുന്ന മുടി കൊണ്ട് എല്ലാ ചിത്രങ്ങളിലും അത് മറച്ചിരിക്കുകയാണ്. എന്തിന് ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക്? അവനെ തിരിച്ചറിയാൻ തനിക്ക് അടയാളം വേണോ? ആ കണ്ണുകൾ, ആ പുരികങ്ങൾ, ചുണ്ടുകോട്ടിയുള്ള ആ കള്ളച്ചിരി, അത് തൻ്റെ അനുക്കുട്ടൻ തന്നെ. എന്തിനാണ് അവൻ അനു കമൽ എന്ന് പേര് മാറ്റിയത്? തങ്ങൾ തിരിച്ചറിയാതിരിക്കാനോ? എവിടെയാണവൻ താമസിക്കുന്നത്? ആ മേൽവിലാസം ഒന്ന് കിട്ടാൻ വീണ്ടും വാരികകൾ അരിച്ചു പെറുക്കി പരിശോധിച്ചു. ഒടുവിൽ പ്രസിദ്ധമായ ഒരു സിനിമാ വാരികയിലേക്ക് ഫോൺ വിളിച്ച് ചോദിച്ചു. തങ്ങൾ താമസിക്കുന്ന അതേ നഗരത്തിലുള്ള ഒരു ഹോട്ടലിൻ്റെ മേൽവിലാസമാണ് കിട്ടിയത്. താനും തൻ്റെ അനിയനും ഒരേ നഗരത്തിൽ. എന്നിട്ടും ഒരിക്കൽ പോലും ഒന്ന് കാണാതെ. അന്ന് തന്നെ വിനയൻ അനിയനെ തേടി മേൽവിലാസത്തിൽ കുറിച്ചിട്ടുള്ള നക്ഷത്ര ഹോട്ടലിലെത്തി. റിസപ്ഷനിൽ കാത്തിരുന്നു. ഒടുവിൽ അറിഞ്ഞു, ആൾ സ്ഥലത്തില്ല. 15 കിലോമീറ്റർ അകലെയുള്ള ഒരു കുന്നിൻ ചെരുവിൽ ഷൂട്ടിംഗ് നടക്കുന്നു. അവസാന ദിവസമാണ്. ഇന്ന് കഴിഞ്ഞാൽ ഷൂട്ടിംഗ് യൂണിറ്റ് ഹോട്ടൽ വിടും. മദ്രാശിക്ക് നീങ്ങും. കൂടിക്കാഴ്ച മറ്റൊരവസരത്തിലേക്ക് നീട്ടിവെക്കാൻ വിനയന് ക്ഷമയില്ലായിരുന്നു. ഇന്ന് കമ്പനിയുടെ ഒരു വർക്ക് ആരംഭിക്കുന്നു. പില്ലറുകളുടെ പണി തുടങ്ങുന്നു. സൈറ്റിൽ താൻ ഉണ്ടാവേണ്ടതാണ്. നകുലനോട് വിളിച്ചു പറയാനുള്ള ക്ഷമ പോലും ഇല്ലാതായി നേരെ ബൈക്കിൽ 15 കിലോമീറ്റർ അകലെയുള്ള മലയിലേക്ക് കുതിച്ചു. തൻ്റെ അനുക്കുട്ടൻ, തൻ്റെ പൊന്നനിയൻ, അവനെ ഒന്ന് കണ്ടിട്ടേ ഇനി മറ്റെന്തും ഉള്ളൂ. പക്ഷെ കാണുമ്പോൾ അവൻ ആദ്യം തിരക്കുക കുട്ടേട്ടനെയാവും. എന്തു മറുപടി പറയും?
സ്വന്തം ഒരു നിലനിൽപ്പുണ്ടായിട്ടും എന്തേ അവൻ തങ്ങളെ തിരക്കിയില്ല? തന്നോട് പിണക്കമുണ്ടാവും, പക്ഷേ കുട്ടേട്ടനെയും മീനുവേട്ടത്തെയും അന്വേഷിക്കാതിരിക്കാൻ അവൻ എങ്ങനെ കഴിഞ്ഞു? തന്നെക്കാൾ അധികം ഏട്ടനെയും ഏട്ടത്തിയമ്മയും സ്നേഹിച്ചിരുന്നത് അവനായിരുന്നല്ലോ. മീനുവേട്ടത്തി അവൻ്റെ സർവവുമായിരുന്നു. എന്നിട്ട് അതോ അന്വേഷിച്ചിരിക്കുമോ? സർവീസിൽ നിന്ന് താൻ ഡിസ്മിസ് ആയ ശേഷമാണ് അവൻ അന്വേഷിച്ചതെങ്കിൽ കണ്ടുപിടിക്കാൻ പ്രയാസമുണ്ടായെന്ന് വരും. എങ്കിലും രേവയുടെ അച്ഛനെ സമീപിച്ചാൽ തങ്ങളെക്കുറിച്ച് അറിയാൻ കഴിയുമായിരുന്നു. അവൻ വിദ്യാസമ്പന്നനാണ്, അറിയപ്പെടുന്നൊരു മണ്ഡലത്തിലും എത്തി. വേണമെങ്കിൽ എങ്ങനെയും തങ്ങളെ തിരക്കി പിടിക്കാമായിരുന്നു. വിനയൻ ലൊക്കേഷനിൽ എത്തുമ്പോഴും ഷൂട്ടിംഗ് കഴിഞ്ഞിരുന്നില്ല. കനത്ത ആൾക്കൂട്ടത്തിന് നടുവിൽ സൺ ഗണ്ണുകളും റിഫ്ലക്ടറുകളും ക്യാമറയും, ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലീസ്. വിനയൻ വിവരം പോലീസിനെ ധരിപ്പിച്ചു. അവർ പ്രൊഡക്ഷൻ മാനേജരെ കൂട്ടിമുട്ടിച്ചു തന്നു. അനു കമലിനെ കാണാനാണെങ്കിൽ കാത്തു നിന്നേ പറ്റൂ. ലഞ്ച് ബ്രേക്ക് പോലും എടുക്കാതെ തിരക്കിട്ട ഷൂട്ടിംഗാണ്. വെളിച്ചം മങ്ങും മുമ്പേ വർക്ക് തീർക്കേണ്ടതാണ്. ഇന്നത്തോടെ യൂണിറ്റ് മദ്രാശിക്ക് മടങ്ങുകയാണ്. ഞാൻ കാത്തു നിൽക്കാം, വിനയൻ സമ്മതിച്ചു. താൻ ആരാണെന്ന് പറഞ്ഞാൽ തൻ്റെ അനുമോൻ എത്ര തിരക്കാണെങ്കിലും ഓടി തൻ്റെ അരികിലെത്തുമെന്നറിയാം. പക്ഷേ അവൻ്റെ തൊഴിലിന് തടസ്സം വരണ്ട, കാത്തിരിക്കാം. എങ്കിലും അനിയനെ ഒന്ന് കാണാനുള്ള കൊതി വിനയൻ അടക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ആൾത്തിരക്കിലകത്ത് എന്താണ് നടക്കുന്നതെന്ന് പോലും കാണാൻ വയ്യ. തിക്കി തിരക്കി അകത്ത് കിടക്കാൻ ലജ്ജ തോന്നി. ഒരു മരത്തണലിൽ കാത്തു നിന്നു മണിക്കൂറുകൾ. താൻ കാത്തു നിൽക്കുന്നത് തൻ്റെ പൊന്നനിയനെ കാണാനാണ്. ഒരിക്കൽ അവൻ എൻ്റെ എളിയിൽ പറ്റിപ്പിടിച്ചു കിടന്നവനാണ്. ഇന്നവൻ തന്നിൽ നിന്ന് എത്ര അകലെയാണ്. ആൾക്കൂട്ടത്തിൽ ഒരു ചലനം. ഷൂട്ടിംഗ് തീർന്നു, പായ്ക്കപ്പാണ്. തിരക്കൊഴിയാൻ വിനയൻ കാത്തു നിന്നു. കാറുകൾ നീങ്ങി തുടങ്ങി. ഇനി താൻ വന്നതറിയാതെ അവൻ പൊയ്ക്കളയുമോ? മുമ്പ് കണ്ട പ്രൊഡക്ഷൻ മാനേജരെ വിനയൻ തിരഞ്ഞു. അയാളെ കാണാനില്ല. ഒടുവിൽ ഷൂട്ടിംഗ് സാമഗ്രികൾ പാക്ക് ചെയ്യുന്ന ഒരുവനോട് തിരുക്കി. അനു കമൽ എവിടെ? എന്തിനാണ്? മറുചോദ്യം. ഒന്ന് കാണണം. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവാണ്. ചാൻസ് തേടി വന്നതാണോ? അയാളുടെ ചുണ്ടിൽ ഒരു ചെറുചിരി. വിനയന് ലജ്ജ തോന്നി. അഭിനയിക്കാൻ ചാൻസ് തിരക്കി വന്നതാവുമോ എന്നാണോ ഉദ്ദേശിച്ചത്? അനു എവിടെയാണെന്ന് പറഞ്ഞാൽ മതി. പോയല്ലോ, അതാ ആ പോകുന്ന കാർ അനുസാറിൻ്റേതാണ്. ഓടി മറിയുന്ന ഒരു വിദേശ നിർമ്മിത കാർ ചൂണ്ടിയാണ് അയാൾ പറഞ്ഞത്. വിനയന് തളർച്ച തോന്നി. താൻ കാത്തു നിൽക്കുന്ന വിവരം പ്രൊഡക്ഷൻ മാനേജർ അവനോട് പറഞ്ഞിരിക്കില്ലേ? അതോ അറിഞ്ഞിട്ടും അവഗണിച്ചു പോയതായിരിക്കുമോ? അയാൾ പറഞ്ഞാൽ തന്നെ കാത്തു നിൽക്കുന്നത് തൻ്റെ വിനയേട്ടനാണെന്ന് അവൻ അറിയുന്നില്ലല്ലോ. നടൻ മാത്രമല്ല, സംവിധായകൻ കൂടിയാണവൻ. ചാൻസ് തേടി വന്ന വല്ലവരുമാണെന്ന് കരുതിയായിരിക്കുമോ? എന്നാലും ആരെങ്കിലും കാത്തു നിൽക്കുന്നുവെന്നറിഞ്ഞാൽ അവഗണിച്ച് കടന്നു കളയുന്ന സ്വഭാവക്കാരനല്ലല്ലോ തൻ്റെ അനു. ആ പ്രതീക്ഷയിലാണ് അജ്ഞാതനായി കാത്തു നിന്നത്. പ്രൊഡക്ഷൻ മാനേജർ പറഞ്ഞിട്ടുണ്ടാവില്ല തന്നെ. ഏതായാലും ഇനി ആലോചിച്ച് നിന്നിട്ട് കാര്യമില്ല. ഇന്ന് തന്നെ മദ്രാശിക്ക് പോകുമെന്നല്ലേ പറഞ്ഞത്? വിനയൻ ബൈക്കും എടുത്ത് കുതിച്ചു. വളരെ മുമ്പിൽ ആ വിദേശി കാർ അവന് കാണാമായിരുന്നു. ഹോട്ടലിൽ എത്തുമ്പോഴെങ്കിലും ഒന്നിച്ചു ചേരാം. വിനയൻ കാറിനെ പിന്തുടർന്നു. 5 കിലോമീറ്റർ കവർ ചെയ്യും മുമ്പേ ആദ്യത്തെ റെയിൽവേ ഗേറ്റായി. വിനയൻ യാത്ര ചെയ്തിരുന്ന കാർ ലെവൽ ക്രോസിംഗ് കടന്നതും ഗേറ്റ് അടഞ്ഞു. വിനയന് കലശലായ സങ്കടമുണ്ടായി. വല്ലാത്തൊരു വിധി. ഇനി എത്ര നേരം കാത്തു നിൽക്കേണ്ടി വരുമോ ആവോ. മുന്നിലും പിന്നിലും വണ്ടികളുടെ നീണ്ട നിര. ഒടുവിൽ അലറിക്കരഞ്ഞ് തീവണ്ടി കടന്നുപോയി. ഗേറ്റ് തുറക്കപ്പെട്ടു. പിന്നീട് മരണപ്പാച്ചിലായിരുന്നു. മുന്നിലുള്ള വണ്ടികളെയെല്ലാം ഓവർടേക്ക് ചെയ്ത് അതിവേഗം പാഞ്ഞു. ഹോട്ടലിൻ്റെ ഗേറ്റിലെത്തിയത് ശ്രദ്ധിച്ചത് ആ വണ്ടി അവിടെ എത്തിയിട്ടുണ്ടോ എന്നാണ്. കാണാനില്ല. ഒരു നടുക്കം ഉള്ളിൽ പിടഞ്ഞു. ഓടി കൗണ്ടറിലെത്തി. അനു കമൽ വന്നില്ലേ? ഇങ്ങോട്ട് വന്നില്ലല്ലോ. ഒരുപക്ഷെ ലൊക്കേഷനിൽ നിന്ന് പുറപ്പെട്ടു കാണില്ല. പുറപ്പെട്ട ശേഷമാണല്ലോ ഞാൻ പോകുന്നത്. അതെന്തോ ഇവിടേക്ക് വന്നില്ല. റിസപ്ഷനിലെ പെൺകുട്ടി അല്പം അകലെ സംസാരിച്ച് നിൽക്കുന്ന 2 ചെറുപ്പക്കാരെ ചൂണ്ടി പറഞ്ഞു. ദാ അവർ ആ യൂണിറ്റിലുള്ളവരാണ്. ഒന്ന് ചോദിച്ചു നോക്കൂ. വിനയൻ ചെറുപ്പക്കാർക്കരികിലെത്തി. എക്സ്ക്യൂസ് മീ, അനു കമൽ വന്നില്ലേ? ഇങ്ങോട്ട് വരില്ല. അദ്ദേഹം നേരെ എയറോഡ്രോമിലേക്ക് പോയിട്ടുണ്ടാവും. അതു പറഞ്ഞ ഒപ്പം അയാൾ വാച്ചിൽ നോക്കി ഖേദപൂർവ്വം മുഖം ചുളിച്ചു. അയ്യോ, ഫ്ലൈറ്റ് പുറപ്പെട്ടിട്ടുണ്ട്. പിന്നെ വിനയനെ അടിമുടി നോക്കി. ആരാണ്? എന്തേ വേണ്ടത്? ഒന്ന് കാണാൻ. അദ്ദേഹം മദ്രാശിക്കാണ് പോയിരിക്കുന്നത്. നാളെ ഏതോ പടത്തിൻ്റെ ഡബ്ബിംഗ് ഉണ്ട്. നാളെ വൈകുന്നേരമോ മറ്റന്നാളോ തിരികെ ബാംഗ്ലൂർക്ക് പറക്കും. ഒരു കന്നഡ പടത്തിൻ്റെ വർക്കുണ്ടെന്ന് കേട്ടു. ഇനി ഇവിടേക്ക് മടങ്ങുക എപ്പോഴാണ്? അറിയില്ല. അപ്പോഴേക്കും സ്റ്റെയർ കേസിൽ നിന്ന് ആരോ അയാളെ വിളിച്ചു. സോറി പറഞ്ഞ് അയാൾ ഓടി മുകളിലേക്ക് പോയി. വിനയന് കരച്ചിൽ വന്നു.
സർവം തകർന്നവനായ അവൻ കുറേ നേരം കൂടി അവിടെ നിന്നു. പിന്നെ സാവധാനം പടികൾ ഇറങ്ങി ബൈക്കിൽ കയറി. ബൈക്ക് സൈറ്റിലെത്തുമ്പോൾ പതിവില്ലാതെ നകുലിൻ്റെ മുഖത്ത് നീരസം. കാരണം ഊഹിച്ചു. എവിടെയായിരുന്നു? ഒന്ന് പറയുക പോലും ചെയ്യാതെ യാത്ര. ഒരു നിമിഷം എടുത്തു വിനയൻ മറുപടി പറയാൻ. ഇന്നലെ നമ്മൾ വീഡിയോയിൽ കണ്ട ചിത്രം ഓർക്കുന്നോ? അതിലെ നായകനെ ഒന്ന് കാണാൻ പോയതാണ്. എവിടെ? ആദ്യ ഹോട്ടലിൽ, പിന്നെ ലൊക്കേഷനിൽ. എന്നിട്ട് കാണാൻ പറ്റിയില്ല. വിനയനുമുണ്ടോ ഇത്തരം കിറുക്ക്? സിനിമാ കിറുക്ക്? വല്ല പിള്ളേരുമാണോ ഓടിയിരുന്നതെങ്കിൽ മനസ്സിലാക്കാം. സ്വന്തം ജോലിയുടെ ഉത്തരവാദിത്തം മറന്നു ഒരു എഞ്ചിനീയർ ഷൂട്ടിംഗ് കാണാൻ ഓടുക. മുമ്പും ഇതായിരുന്നോ വിനയൻ്റെ രീതി? ചുമ്മാതല്ല, അയാൾ പാതിയിൽ നിർത്തി. വിനയന് ശുണ്ഠി വന്നു. മുമ്പുള്ള അടുപ്പം മറന്നുകൊണ്ടുള്ള സംസാരം. ചെയ്തത് തെറ്റ് തന്നെ. എന്നാലും അടുത്ത നിമിഷം ചിന്ത തിരിഞ്ഞു. നകുലനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. പോകും മുമ്പ് ഒന്ന് ഫോണിൽ വിളിച്ച് പറയേണ്ടതായിരുന്നു. മാത്രമല്ല, മടങ്ങി വന്നിട്ട് പറയുന്നത് ഒരു നടനെ കാണാൻ പോയി എന്നാണ്. ആർക്കാണ് ദേഷ്യം വരാതിരിക്കുക? നടനെന്നു അതിനു പകരം തൻ്റെ അനിയനെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നകുലനത് മനസ്സിലാകുമായിരുന്നു. വീഡിയോയിൽ കണ്ട സിനിമാ നടൻ തൻ്റെ അനുജനാണെന്ന് നകുലനോടോ ശാരദയോടോ സൂചിപ്പിക്കുക പോലും ചെയ്തില്ല. രേവയും അത് ഒളിച്ചു വെക്കുകയാണ് ചെയ്തത്. അവനെ ഒന്ന് നേരിൽ കണ്ട് സംഗതി ഉറപ്പാക്കിയ ശേഷം എല്ലാവരോടും പറയാമെന്ന് കരുതി. 4-5 ദിവസത്തേക്ക് അവധിയെടുത്താണ് വിനയൻ വീട്ടിലേക്ക് പോയത്. വിവരമൊന്നും നകുലനോട് പറഞ്ഞില്ല. അവധി നൽകാൻ നകുലിന് വിഷമമുള്ളതായി തോന്നി. വിനയൻ അത് ശ്രദ്ധിച്ചില്ല. അവധി നൽകിയില്ലെങ്കിലും താൻ പോകും എന്നവൻ തീരുമാനിച്ചിരുന്നു. അനിയനെ കാണാതെ തനിക്കിനി ഉറങ്ങാനും ഭക്ഷണം കഴിക്കാൻ പോലുമോ കഴിയില്ല. വിനയൻ തിരിച്ചു വരുന്നതും കാത്ത് ആകാംക്ഷ കത്തുന്ന കണ്ണുകളോടെ വീട്ടുവാതിലിൽ രേവ കാത്തു നിന്നിരുന്നു. എവിടെ വിനു? എവിടെ അനു? കണ്ടില്ലേ? വിനയൻ ഗേറ്റിലെത്തിയതും മുറ്റത്തേക്ക് ചാടി ഇറങ്ങിക്കൊണ്ട് രേവ തിരക്കി. ഇല്ല. വിനയൻ മുഖമിളക്കി. പക്ഷേ പിന്നെ വളരെ സാവധാനം വിവരങ്ങൾ അവൾക്ക് വിശദീകരിച്ചു കൊടുത്തു. പിറ്റേന്ന് അയാൾ രാവിലെ ഒരു സിനിമാ പ്രസിദ്ധീകരണത്തിലെത്തി. അനിയൻ്റെ മദ്രാശി മേൽവിലാസം സംഘടിപ്പിച്ചു. അന്ന് തന്നെ മദ്രാശിക്ക് പുറപ്പെട്ടു. വിനയൻ മദ്രാശിയിലെ ആ ഹോട്ടലിൽ എത്തും മുമ്പേ അനിയൻ ബാംഗ്ലൂർക്ക് തിരിച്ചിരുന്നു. ആ ഹോട്ടൽ അനിയൻ്റെ സ്ഥിരം താവളമാണെന്ന് മനസ്സിലായതോടെ വിനയനും അവിടെ തന്നെ ഒരു മുറിയെടുത്തു. 3 ദിവസത്തേക്ക് ബുക്ക് ചെയ്തു. വാടക അഡ്വാൻസ് ചെയ്തു കഴിഞ്ഞപ്പോൾ കയ്യിൽ അവശേഷിച്ചത് ചില്ലറകളാണ്. തിരിച്ചു പോകാനുള്ള പണമില്ല. 3 ദിവസത്തേക്ക് ഭക്ഷണത്തിനുള്ള തുക പോലും തികയില്ല. 3 നാൾക്കകം അനിയൻ വന്നില്ലെങ്കിൽ നകുലൻ്റെ അടുത്ത് നിന്ന് കുറച്ച് രൂപ വാങ്ങിക്കൊണ്ട് പോരാമെന്നോർത്തിരുന്നു അയാളുടെ. പക്ഷെ പുറപ്പെടാൻ നേരം പെരുമാറ്റം ഒട്ടും സുഖകരമായിരുന്നില്ല. അതുകൊണ്ട് ചോദിക്കാനും തോന്നിയില്ല. അനിയൻ വരാൻ വൈകിയാൽ ഇതൊരു പക്ഷെ തൻ്റെ അനിയൻ അല്ലെങ്കിലോ? നടുക്കുന്നൊരു ശങ്ക തീക്കനലായി നെഞ്ചിൽ വീണു. എന്താ തീർച്ച? ഇല്ല ഇല്ല, ഇത് അനുക്കുട്ടൻ തന്നെ. തനിക്ക് അവനെ തെറ്റില്ല. ഹോട്ടലിലെ ആദ്യ രാത്രി 1 കപ്പ് പാൽ മാത്രം കഴിച്ച് വിനയൻ കിടന്നു. സ്ഥലം മാറിക്കിടന്നതിനാൽ പുലരാറായപ്പോഴാണ് ഒന്നുറങ്ങാൻ കഴിഞ്ഞത്. ഉറക്കത്തിൽ അനിയനെ സ്വപ്നം കണ്ടു. അവൻ വന്ന് തൻ്റെ വാതിലിൽ മുട്ടി വിളിക്കുന്നു. വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ടാണ് വിനയൻ ഉണർന്നത്. വാതിലിൽ തുടരെ മുട്ട്. അതൊരു സ്വപ്നമല്ലെന്ന് വിനയന് തീർച്ചയായി. ഡോർബെൽ മുഴങ്ങുന്നുണ്ട്. ഒപ്പം വാതിലിൽ തട്ടും. വിനയൻ ചാടി എഴുന്നേറ്റു. വസ്ത്രം വാരി ചുറ്റി. ലൈറ്റ് തെളിക്കാനുള്ള ക്ഷമയുണ്ടായില്ല. തപ്പി തടഞ്ഞു ചെന്ന് വാതിൽ കൊളുത്തെടുത്തു. ഇടനാഴിയിലെ അരണ്ട വെളിച്ചത്തിൽ അനുക്കുട്ടൻ, തൻ്റെ അനിയൻ. വിനയേട്ടാ, അവൻ വിളിക്കുന്നു. മോനെ. ഒരു വിലാപം. വിനയൻ അവനെ വാരി ശരീരത്തോട് ചേർത്തു. ബാംഗ്ലൂരിൽ എത്തിയപ്പോഴാണ് അറിഞ്ഞത് ഒരു പഴയ കന്നഡ നടൻ്റെ മരണം മൂലം ഷൂട്ടിംഗ് പോസ്റ്റ്പോണ്ട് ചെയ്തിരിക്കുന്നു. ഫ്യൂണറലിൽ പങ്കെടുത്ത ശേഷം തളർച്ചയോടെ ഹോട്ടലിൽ വന്ന് കിടന്നു. നീണ്ട ഉറക്കമിളപ്പിൻ്റെ ക്ഷീണം മൂലം ഒന്നുറങ്ങിപ്പോയി. അപ്പോഴാണ് സ്വപ്നം. നമ്മുടെ അമ്മ. അമ്മയുടെ വാക്കുകൾ ഞാൻ വ്യക്തമായി കേട്ടു. മോനെ, നിന്റെ വിനയേട്ടൻ വന്ന് നിന്നെ കാത്തിരിക്കുന്നു. എവിടെയാണ് കാത്തിരിക്കുന്നതെന്ന് പറഞ്ഞില്ല. പിന്നെ ഒന്നും മനസ്സിലായില്ല. പിന്നെ അമ്മയുടെ മുഖവും കണ്ടില്ല. ഉണർന്നുപോയി. ആ സ്വപ്നം എന്നെ വല്ലാതെ വേട്ടയാടി. വിനയേട്ടൻ എന്നെ കാത്തിരിക്കുന്നുവെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും ഉടനെ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു. എന്നെ ആരോ ഇവിടേക്ക് പിടിച്ചു വലിക്കുന്നത് പോലെ തോന്നി. കൗണ്ടറിൽ എത്തിയപ്പോഴറിഞ്ഞു എന്നെ തിരക്കി ആരോ വന്നിട്ടുണ്ടെന്ന്. ഇവിടെ തന്നെ റൂം എടുത്തിട്ടുണ്ടെന്ന്. എനിക്ക് അതിശയമായി. റൂം നമ്പറും മേൽവിലാസവും തിരക്കി. ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയാണ് ഞാൻ ആ കോണികൾ ചാടി കയറിയെന്ന് എനിക്കറിയില്ല. അത്രയും പറഞ്ഞ് അനിയൻ വിതുമ്പി കരയാൻ തുടങ്ങി. വിനയൻ അവനെ കെട്ടിപ്പുണർന്നു. നെറുകയിൽ തിരുതിരെ ചുംബിച്ചു. മോൻ കണ്ടതുപോലെ തന്നെ ഞാനും സ്വപ്നം കണ്ടു. നീ വന്ന് വാതിലിൽ മുട്ടുന്നതായി. സ്വപ്നത്തിൽ നിന്നുണർന്നപ്പോഴും വാതിലിൽ മുട്ട്. എനിക്കറിയാമായിരുന്നു അത് നീയാണെന്ന്.
എൻ്റെ ഏട്ടൻ്റെ മനസ്സ് എന്നെ ആഗ്രഹിച്ചപ്പോൾ സംസ്ഥാനത്തിനപ്പുറത്ത് ഞാനതറിഞ്ഞു. അതാണ് മനസ്സിൻ്റെ ശക്തി. എങ്കിലും നീ ഞങ്ങളെ വിട്ട് പൊയ്ക്കളഞ്ഞല്ലോ. തെറ്റെൻ്റേതാണ്. എങ്കിലും പൊയ്ക്കളയുമെന്ന് ഞാൻ ഓർത്തില്ല മോനെ. സാരമില്ല ഏട്ടാ, കഴിഞ്ഞതൊക്കെ പോട്ടെ. ഒരു കര എത്തിയപ്പോഴെങ്കിലും ഒന്ന് അന്വേഷിച്ചില്ലല്ലോ. ഒരു കര കണ്ടെത്തിയ ഉടൻ ഞാൻ അന്വേഷിച്ചു. പക്ഷേ അപ്പോഴാണ് അറിഞ്ഞത് വിനയേട്ടൻ സർവീസിൽ നിന്ന് പുറത്തായി എന്നാണ്. പിന്നീട് തിരക്കി കണ്ടുപിടിക്കുക എളുപ്പമായിരുന്നില്ല. എന്നിട്ടും ഞാൻ അന്വേഷണം തുടർന്നു. ഇപ്പോൾ ഒരു പത്രപരസ്യം കൊടുക്കുന്നതിനെപ്പറ്റി നനച്ചിരിക്കുമ്പോഴാണ് ഞാൻ തേടി വന്നതല്ലേ. അതെ, വിനയൻ തലയാട്ടി. രേവയുടെ വീട്ടിൽ തിരക്കിയിരുന്നെങ്കിൽ മുമ്പേ വിവരം ലഭിക്കുമായിരുന്നു. തിരക്കി ലഭിച്ച മറുപടി അറിയില്ല എന്നായിരുന്നു. വിനയൻ ഒന്ന് വിളറി. അതൊക്കെ പോട്ടെ, ഇന്ന് തന്നെ നമുക്ക് നാട്ടിലേക്ക് മടങ്ങണം. എനിക്കെൻ്റെ കുട്ടേടനെയും മീനുവേട്ടത്തെയും കാണാൻ തിടുക്കമായി. അതോടെ വിനയൻ്റെ മുഖം താണു, ശബ്ദം നഷ്ടമായി. കുട്ടേട്ടൻ എന്നെപ്പറ്റി പറയാറില്ലേ ഏട്ടാ? മീനുവേട്ടത്തി ഒത്തിരി കരഞ്ഞു കാണില്ലേ? സത്യത്തിൽ നമ്മളവർക്ക് എന്നും കണ്ണീര് നൽകിയവരാണ്. നമ്മളല്ല, ഞാനാണവരെ കരയിച്ചത്. ഞാൻ മഹാഭാവിയാണ്. സാരമില്ല ഏട്ടാ, ഇപ്പോൾ എനിക്ക് പണമായി. നാട്ടിലെ നമ്മുടെ വീട് ചാക്കുണ്ണി മാപ്പിളയുടെ അടുത്തുനിന്ന് തിരിച്ചെടുക്കണം. ഇനി വൈകിയാൽ ചിലപ്പോൾ അങ്ങേരെ ആ വീട് പൊളിച്ചാലോ? മറ്റൊരു വീടുണ്ടാക്കിയാലും ആ വീടിന് പകരമാവില്ല. ഇപ്പം തന്നെ വൈകിയോ എന്നാണ് എൻ്റെ പേടി. അനിയൻ അധികം പേടി ഗംഗയുടെ കാര്യത്തിലായിരുന്നു. എത്രയെന്ന് വെച്ചാൽ ഒരു പെണ്ണ് കാത്തിരിക്കുക? വീട് തിരിച്ചെടുത്ത് കുട്ടേടനും മീനുവേട്ടത്തിക്കും കൊടുത്തിട്ട് വേണം എനിക്ക് ഗംഗയെ. അവൾ നിർത്തി. മുഴുവനാക്ക്, വിനയൻ പ്രേരിപ്പിച്ചു. ഇപ്പോഴും അവൾ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ ആരെതിർത്താലും ഞാൻ അവളെ കൈവിടില്ല. ആരെതിർക്കാൻ? നമുക്ക് പോയി അവളെ കൂട്ടിക്കൊണ്ടു പോരാം. നിന്റെ കൂടെ ഞാനും രേവയും ഉണ്ടാവും. നിങ്ങൾ മാത്രമല്ല, കുട്ടേടനും മീനുവേട്ടത്തിയും ഉണ്ടാവും. എൻ്റെ ഇഷ്ടത്തിന് അവർ എതിരെ നിൽക്കില്ല. നമുക്ക് 5 പേർക്കും കൂടി വേണം പോകാൻ. വീണ്ടും വിനയൻ്റെ ശിരസ് താണു. കുട്ടേട്ടൻ സുഖമായിരിക്കുന്ന ഏട്ടാ? മീനുവേട്ടത്തിയോ? അവരാണോ ഇപ്പോഴും വീട്ടിലെ ജോലികൾ? അതോടെ വിനയൻ്റെ നിയന്ത്രണം തകർന്നു. ഒരു വിങ്ങിപ്പൊട്ടൽ. എന്തേ ഏട്ടാ? വിനയൻ കിതച്ചു. ശബ്ദം പുറത്തു വന്നില്ല. അനിയൻ വിനയൻ്റെ ചുമലിൽ കൈവച്ചു. ചോദ്യം ആവർത്തിച്ചു. എന്തേ ഏട്ടാ? എൻ്റെ കുട്ടേട്ടന് വല്ലതും? അനിയൻ്റെ സ്വരവും കരച്ചിലായി. കുട്ടേട്ടനും മീനുവേട്ടത്തെയും. വീണ്ടും അനിയൻ്റെ നാവ് താണുപോയി. പറ. അനിയൻ ഏട്ടനെ പിടിച്ചു കുലുക്കി. ഒരു രാത്രി രണ്ടാളും ചേർന്ന് എവിടേക്കോ പോയി കളഞ്ഞു. എവിടേക്ക്? അനിയനൊരു കൊടുങ്കാറ്റായി മാറി. എനിക്കറിയില്ല മോനെ. ഇനി തിരക്കാനിടമില്ല. പത്രത്തിൽ അറിയിപ്പ് കൊടുത്ത് എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചു. ഈശ്വര, ഞാനൊന്നും അറിഞ്ഞില്ല. അവൻ തലയ്ക്ക് തല്ലി. പെട്ടെന്ന് കത്തുന്ന കണ്ണുകളോടെ വിനയനെ നോക്കി. അവർ പോകാൻ കാരണം? ദുഷ്ടനായ ഞാൻ കാരണം. വിനയൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കിടക്കിയിൽ കമിഴ്ന്ന് വീണു. അനിയന് പിന്നെ വളരെ നേരത്തേക്ക് ശബ്ദിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് എല്ലാം വിനയൻ സ്വയം വിശദീകരിച്ചു. അപ്പോഴും അനിയൻ ശബ്ദിച്ചില്ല. അവൻ്റെ നെഞ്ച് ഒരലകടലായി മാറിയിരുന്നു. അന്ന് തന്നെ രണ്ടാളും നാട്ടിലേക്ക് പുറപ്പെട്ടു. അനിയനെ കണ്ടതും രേവ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാപ്പ് പറഞ്ഞു. സാരമില്ല ഏട്ടത്തി എന്ന് സമാധാനിപ്പിക്കുകയാണ് അനിയൻ ചെയ്തത്. പിറ്റേന്നാൾ അനിയനെയും കൂട്ടിയാണ് വിനയൻ നകുലാൻകോയിലെത്തിയത്. കടുത്ത പരിഭവത്തിലും ദേഷ്യത്തിലുമായിരുന്നു നകുലൻ. എന്നാൽ യഥാർത്ഥ വിവരം അറിഞ്ഞതോടെ തെറ്റിദ്ധരിച്ചതിന് അവൻ വിനയനോട് മാപ്പ് പറഞ്ഞു. അനുകമലിൻ്റെ ആരാധികയായിരുന്നു ശാരദ. അവൾ രണ്ടാൾക്കും ഗംഭീരമായൊരു വിരുന്ന് നൽകി. വീട്ടിൽ തിരിച്ചെത്തിയതും അനിയൻ പറഞ്ഞു, ഇനി വിനയേട്ടൻ അന്യൻ്റെ കീഴിൽ പണിയെടുക്കാൻ പോകണ്ട. നമുക്ക് സ്വന്തം ഒരു വർക്ക്. എന്നെങ്കിലും സിനിമയിൽ നിന്നും പിരിഞ്ഞാൽ എനിക്കും വേണമല്ലോ ഒരു തൊഴിൽ. അതിനു മാത്രം പണം? പണത്തെപ്പറ്റി വിനയേട്ടൻ ചിന്തിക്കേണ്ട. അനിയൻ പുഞ്ചിരിച്ചു. കുറച്ചുകൂടി സമ്പാദിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. ഒരു മുതലാളിയാവണ്ട. അന്യനെ ബുദ്ധിമുട്ടിക്കാതെ ജീവിച്ചാൽ മതി. എന്നാലും അന്ന് നീ പാട്ടും നാടകവുമായി നടന്നപ്പോൾ എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു. ഇന്ന് നീ നിൻ്റെ കല കൊണ്ട് ആരിലും വലിയവനായി. ഇത് കാണാൻ കുട്ടേടനും മീനുവേട്ടത്തെയും ഉണ്ടായിരുന്നെങ്കിൽ. നിൻ്റെ ഭാവിയെപ്പറ്റി ചിന്തിച്ച് തീ തിന്നത് മുഴുവൻ മീനുവേട്ടത്തെയാണ്. ആ ഓർമ്മ അനിയനെ വികാരാധീനനാക്കി. പിറ്റേന്നാൾ അനിയൻ മദ്രാശിക്ക് പോയി. അന്ന് വീട് വിടുമ്പോൾ കുട്ടേട്ടൻ്റെ ഒരു പഴയ ഫോട്ടോഗ്രാഫ് എടുത്തിരുന്നു. വർഷങ്ങൾ പഴകിയ വെളുപ്പ് തിന്ന അംഗഭംഗം വരുത്തിയ ചിത്രം. കുട്ടേട്ടൻ്റെ ചെറുപ്പത്തിലെ മുഖമാണ്. അത് എൻലാർജ് ചെയ്ത് ഫോട്ടോ സഹിതം പത്രത്തിലൊരു അറിയിപ്പ്. കുട്ടേട്ടനും ഏട്ടത്തിയമ്മയും തിരിച്ചു വരൂ. ഇവരെ കണ്ടുമുട്ടുന്നവർ ദയവായി വിവരം തരിക. അനിയൻ അനുകമൽ. നീണ്ട കാത്തിരിപ്പ്. ഒരു വിവരവും ലഭിച്ചില്ല. ജീവിച്ചിരിക്കുന്നെങ്കിൽ കുട്ടേട്ടന് തങ്ങളെ ഉപേക്ഷിക്കാൻ കഴിയുകയില്ലെന്ന് അനിയന് തീർച്ചയുണ്ടായിരുന്നു. ആ ചിന്ത അവനെ ഭ്രാന്തനാക്കി.
അതിനിടയിൽ ചാക്കുണ്ണി മാപ്പിളയെ കാണാൻ നാട്ടിലേക്കൊരു ദൂതനെ അയച്ചു. ഉടൻ മറുപടി വന്നു. വീടും പറമ്പും തിരിച്ചു നൽകാൻ ചാക്കുണ്ണി മാപ്പിളയ്ക്ക് സമ്മതമാണ്. വീട് പൊളിച്ചിട്ടുമില്ല. അനിയന് സമാധാനമായി. പക്ഷെ ഗംഗയോ? അതേപ്പറ്റി ചിന്തിക്കാൻ ഭയമായി. അവൾ തന്നെ മറന്നിരിക്കുമോ? അതോ ഇപ്പോഴും കാത്തിരിക്കുകയാണോ? ചെന്നായ്ക്കളുടെ നടുവിലാണ് ആ ആട്ടിൻകുട്ടിയുടെ കൂട്. കാളിത്തള്ള ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടാവുമോ? ഇല്ലെങ്കിൽ ഗംഗയ്ക്ക് ആരാണ് തുണ? ഒറ്റപ്പെട്ടുവെങ്കിൽ അവൾക്ക് പിന്നെ അധികനാൾ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഒരു ദിവസം ചാക്കുണ്ണി മാപ്പിളയും ശങ്കുമ്മാനും അടക്കമുള്ള ഒരു സംഘം അനിയനെ കാണാൻ വിനയൻ്റെ വീട്ടിലെത്തി. അനു കമൽ എന്ന നടൻ്റെയും ചലച്ചിത്രകാരൻ്റെയും ആരാധകർ കൂടിയായിരുന്നു അവർ. കണ്ടതും ചാക്കുണ്ണി മാപ്പിള അനിയനെ കെട്ടിപ്പിടിച്ചു. എൻ്റെ മോനെ, നീ നാടിനും കൂടി ഒരു പേരുണ്ടാക്കിയല്ലോ. അനിയൻ്റെ കണ്ണ് നിറഞ്ഞു. കുട്ടേടനും മീനുവേട്ടത്തെയും കൂട്ടം വിട്ടു പോയതറിഞ്ഞ് ശങ്കുമ്മാൻ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ വിങ്ങി പൊട്ടിക്കരഞ്ഞു. തിരിച്ചു പോകും മുമ്പ് അനിയനും ചാക്കുണ്ണി മാപ്പിളയുമായി വീടും പറമ്പും തിരിച്ചു നൽകുന്ന കരാർ എഴുതി. അന്ന് വാങ്ങിയതിൻ്റെ ഇരട്ടി തുകയാണ് അനിയൻ നൽകിയത്. ചാക്കുണ്ണി മാപ്പിളയ്ക്ക് സന്തോഷമായി. സംഭാഷണത്തിനിടയിൽ സൂത്രത്തിൽ ഗംഗയെപ്പറ്റി അറിയാൻ അനിയൻ ശ്രമിച്ചു നോക്കി. വീട്ടിലെ അസ്ഥിത്തറയിൽ ഒരു തിരിവെച്ചിട്ട് കാലം എത്രയായി? ഏയ്, അങ്ങനില്ല. ആ കാളിത്തള്ളിയുടെ പെണ്ണ് നിത്യം തിരിവെക്കണുണ്ടല്ലോ, ചാക്കുണ്ണി മാപ്പിള തർക്കിച്ചു. അനിയന് സമാധാനമായി. അവൾ അത് മുടക്കിയിട്ടില്ല. അതിനർത്ഥം ഇപ്പോഴും അവൾ ആ പെണ്ണിൻ്റെ കല്യാണം വല്ലതും കഴിഞ്ഞോ? തികച്ചു ഉദാസീനമായി തിരക്കി. കല്യാണത്തിന് ഓള് സമ്മതിക്കണില്ലാത്രേ. ആ തള്ള പറയണത് കേട്ടു. അനിയൻ്റെ ഉള്ളിൽ കുളിർമഴ പെയ്തു. സ്നേഹിക്കാൻ അറിയുന്ന പെണ്ണു തന്നെ. കല്യാണക്കാര്യം പറഞ്ഞ് തള്ള പെണ്ണിനെ തല്ലുവോ തൊഴിക്കുകയോ എന്തൊക്കെയോ ചെയ്തത്രേ. ഓള് ചാവുന്നാ പറയണേ. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുണ്ടോ പെൺകിടാങ്ങൾ? കല്യാണം കഴിപ്പിക്കാൻ വൈകണമെന്നും പറഞ്ഞ ഓരോ പെൺകിടാങ്ങൾ ചാവാൻ തുടങ്ങണേ. ഇത് തലതിരിഞ്ഞ മട്ട്. ഏതായാലും ഇനി ഗംഗയെ കാണാൻ വൈകിക്കൂടുന്നവൻ തീരുമാനിച്ചു. ചാക്കുണ്ണി മാപ്പിളയും സംഘവും പോയതും അനിയൻ പറഞ്ഞു, ഞാൻ ടൗണിൽ ഒരു വീടെടുക്കാൻ പോവുകയാണ്. നമുക്ക് അങ്ങോട്ട് മാറണം. എന്നിട്ട് വേണം എനിക്ക് പോയി ഗംഗയെ കൂട്ടിക്കൊണ്ട് വരാൻ. എന്തിനാ പട്ടണത്തിൽ വീട്? നമ്മുടെ വീട് ചാക്കുണ്ണി മാപ്പിള ഒഴിഞ്ഞു തന്നൂലോ? രേവ ചോദിച്ചു. അവിടേക്ക് താമസിക്കാൻ പോകണമെങ്കിൽ കുട്ടേട്ടനും മീനുവേട്ടത്തെയും തിരിച്ചു കിട്ടണം. വീട് കുട്ടേട്ടൻ്റെ പേരില്ല. ശരിയാ, വിനയന് സമ്മതിച്ചു. അവർ തിരിച്ചു വന്നെങ്കിൽ മാത്രം തറവാട്ടിലേക്ക് പോയാൽ മതി. അവരില്ലാതെ ആ വീട്ടിൽ താമസിക്കാൻ വയ്യ. ടൗണിൽ എല്ലാ ആധുനിക സൗകര്യങ്ങളുമുള്ള ഒരു വീടാണ് അനിയൻ വിലയ്ക്ക് വാങ്ങിയത്. അനിയനും രവിയും കുട്ടമ്മൂനും അവിടേക്ക് താമസം മാറ്റി. പുതിയ വീട്ടിൽ താമസം ആരംഭിച്ചതിൻ്റെ പിറ്റേന്നാൾ തന്നെ ഗംഗയെ കൊണ്ടുവരാൻ അവർ ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടു. അനിയനും വിനയനും രേവയും കുട്ടമ്മൂനും. അനിയനാണ് കാറ് ഓടിച്ചത്. അവൻ്റെ മടിയിൽ മോൻ, പിന്നിൽ വിനയനും രേവയും. പഴയ ഗ്രാമവീതി, ചെമ്മൺ പാത, അമ്പലമുക്ക്. അനിയൻ്റെ ഹൃദയം പിടയ്ക്കാൻ തുടങ്ങി. വിനയനും ആകെ തരളിതനായിരുന്നു. വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു തിരിച്ചുവരവ്. കുട്ടേടനും മീനുവേട്ടത്തെയും മാത്രമില്ല. ആ ഓർമ്മ വിനയനെ അനിയനെ മാത്രമല്ല രേവയെയും വേദനിപ്പിച്ചു. പാടശേഖരങ്ങളുടെ തുടക്കത്തിൽ നടവരമ്പിനരികെ വണ്ടി നിർത്തി. എല്ലാവരും ഇറങ്ങി. അനിയൻ്റെ വിരൽത്തുമ്പിൽ കുട്ടൻ. നമ്മൾ എവിടേക്കാണ് മോനെ പോണത്? അനിയൻ മോനോട് ചോദിച്ചു. കൊച്ചച്ഛനൊരു പെണ്ണ് തേടി പോവുകയാണെന്ന് പറയും മോനെ, രേവ പറഞ്ഞു കൊടുത്തു. മോനൊഴികെ മൂവരും ആർത്ത് ചിരിച്ചു. മോൻ നാണിച്ചു. അവർ നടവരമ്പിലെ കുടിലിന് മുന്നിലെത്തി. മുറ്റത്തൊരു കുരുത്തോല പന്തൽ. അനിയൻ്റെ കാലുകൾ തളർന്നു. അവൻ നിന്നു. പരിസരം മരണമൂകമാണ്. കുടിലിൻ്റെ വാതിൽ കൊട്ടിയടച്ചിരിക്കുന്നു. ഇറിയത്തിരിക്കുന്ന കറുത്ത പെണ്ണിനെ അനിയൻ തിരിച്ചറിഞ്ഞു. ഗംഗയുടെ തുണക്കാരി ചിന്നു. എവിടെ ഗംഗ? അനിയൻ ചോദിച്ചു. ചിന്നു എഴുന്നേറ്റ് നിന്ന് മൂക്കു പിഴിഞ്ഞു. നാളെ ഓടെ കല്യാണം നടക്കേണ്ടതാ. എന്നിട്ട് ഇന്ന് കാലത്ത് ഓളെന്തോ വിഷക്കായ എടുത്ത് തിന്നളഞ്ഞു. എല്ലാവരും ചേർന്ന് ആശുപത്രി കൊണ്ടുപോയിരിക്കുക. തുടർന്നവൾ മൂക്ക് പൊത്തി ഏങ്ങലടിച്ചു. 3 വട്ടം ഓടെ കല്യാണം ഞാൻ ഉറപ്പിച്ചതാ. കരച്ചിലിനും മൂക്കുചീറ്റലിനും ഇടയിൽ കാളിത്തള്ള പറഞ്ഞു തുടങ്ങി. പെണ്ണിൻ്റെ ചേല് കണ്ട് മോഹിച്ച് പൊന്നും പണം ഒന്നും വേണ്ടാന്നും പറഞ്ഞ് വന്നവരാ. പക്ഷേ ഓൾക്കാരെയും ബോധിക്കൂല. നീ ആരെ കാത്തിരിക്കുകയാണെന്ന് ചോദിച്ചാൽ മിണ്ടേമില്ല. ഒരു ചെത്തുകാരൻ വന്നു പെണ്ണ് ചോദിച്ചപ്പോൾ ഞാൻ സമ്മതിച്ചു. നിശ്ചയത്തിൻ്റെ അന്ന് ഓള് പോയി കുളത്തിച്ചാടി. ആളോള് പിടിച്ചു കയറ്റി ഒരുവിധം ജീവൻ കൊടുത്തു. ഓൾക്ക് വേറെ സേവക്കാരുണ്ടെന്നും പറഞ്ഞ ചെത്തുകാരൻ പോവുകയും ചെയ്തു. പിന്നെ വന്നത് ഇത്തിരി വയസ്സായ ആളാ. അമ്പലപ്പടിക്കൽ മുറുക്കാൻ കട നടത്തുന്ന കുഞ്ഞയ്യപ്പൻ. തന്തയാരെന്നറിയാതെ പിഴച്ചുണ്ടായ സന്തതിയെ എല്ലാം അറിഞ്ഞുകൊണ്ട് ഏൽക്കാൻ പിന്നെ രാജകുമാരൻ വരുമോ? പക്ഷെ ഓൾക്ക് ആ ചിന്തയില്ല. കുഞ്ഞയ്യപ്പൻ്റെ മൂത്ത്
നോക്കി തന്നെ ഇഷ്ടമല്ലെന്ന് ഓള് പറഞ്ഞു കളഞ്ഞു. ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമില്ലെന്ന് പറയണതല്ലേ ശരി? രേവ ചോദിച്ചു. ആശുപത്രി റിയത്ത് കുത്തിയിരുന്ന് ഏങ്ങലടിക്കുകയായിരുന്ന വൃത്ത പെട്ടെന്ന് തീപാറുന്ന മിഴികളോടെ രേവയെ നോക്കി. വരണവരെ ആരെയും വേണ്ടച്ചാ പിന്നെ പൊന്നു കെട്ടിയ തമ്പുരാൻ വരുമോ ഓളെ കൊണ്ടുപോവാൻ? വരുമായിരിക്കും, രേവ പുഞ്ചിരിച്ചു. തള്ളയുടെ ദേഷ്യം വർദ്ധിച്ചു. പിഴപ്പിച്ചിട്ട് പോവാനേ ഉണ്ടാവൂ തമ്പുരാക്കന്മാർ. തള്ളയുടെ ഗതി തന്നെ മൂൾക്കും. എത്ര കാത്തിരുന്നിട്ടാ വീണ്ടും ഒരു ചെക്കൻ വന്നത്. വടക്കേ മലബാറിലുള്ള എൻ്റെ ആങ്ങളയുടെ മോനാ. മുഖം നിറയെ പൊങ്ങം വന്നതിൻ്റെ പാടുണ്ടെന്ന് മാത്രം. നിറം ലേശം കറുത്തിട്ടാണ്. അതുകൊണ്ടെന്താ, പുലയി പെറ്റ പെണ്ണിന് ഒന്നാന്തരം തീയച്ചക്കനെ കിട്ടിയില്ലേ? അപ്പോഴും ഓള് പഴയ താളം, ഇക്ക് വേണ്ടാന്ന്. പക്ഷെ ഓൻ എൻ്റെ ആങ്ങളയുടെ മോനാ. ഓളുടെ പാട്ടിൽ വീണില്ല. ഓൻ പറഞ്ഞു ഇഷ്ടമല്ലെങ്കിൽ ഓളെ തന്നെ കെട്ടുന്ന്. പെണ്ണിൻ്റെ ചന്തം കണ്ട് ചെക്കൻ്റെ തലയ്ക്ക് പിടിച്ചു. ഇക്കാണെങ്കിൽ സമാധാനം, രാത്രിയിൽ മനസ്സുറച്ച് കിടന്ന് ഉറങ്ങാലോ. പക്ഷേ കടുവാക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള ഒരു വിചാരവും ഇല്ല പെണ്ണിന്. ഞാൻ ചാവുന്ന ഒരേ പാട്ട്, നീ ചത്താലും ഇത് നടത്തുന്നു ഞാൻ. ഒടുവിൽ മോശേട്ട വിഷക്കായി തിന്നളഞ്ഞു. പാമ്പിനല്ലേ ഞാൻ പാല് കൊടുത്ത് വളർത്തിയത്? തന്നോം പോകുന്നൊരു പെണ്ണിനെയും കൊണ്ട് വഴിയരികിൽ ഒരു കുടിലിൽ ഞാൻ എങ്ങനെയാ കഴിയണേന്ന് ആർക്കെങ്കിലും അറിയുമോ? അരിവാളും തലയ്ക്ക് വെച്ച് പുലരും വരെ ഞാൻ ഉറങ്ങാതെ കിടക്കും. പകല എൻ്റെ ഉറക്കം മുഴുവൻ. തള്ള കണ്ണീർ തുടച്ചു. എന്നാലും ഇഷ്ടമില്ലാത്ത ഒരു വിവാഹം നടത്തുന്നത് തെറ്റല്ലേ? ഒരു തെറ്റുമില്ല. നാലാൾക്കൊപ്പം ജീവിക്കുന്നത് കാണാലോന്ന് ഓർത്തിട്ടാ. എന്നിട്ടാ ഒരുമ്പെട്ടോള്. അതും പറഞ്ഞ് വൃത്ത 2 വട്ടം സ്വന്തം നെഞ്ചിൽ തല്ലി. രേവ അവരുടെ കയ്യിൽ കടന്നു പിടിച്ചു. അപ്പോഴേക്കും വിനയനും അനിയനും തിരിച്ചെത്തി. എങ്ങനെയുണ്ട്? രേവ വെമ്പലോടെ ഏട്ടനെ അനിയനെ മാറി മാറി നോക്കി. രക്ഷപ്പെട്ടിരിക്കുന്നു, ബോധമുണ്ട്, വിനയം പറഞ്ഞു. ഉടനെ തള്ള ചാടി എഴുന്നേറ്റു. എൻ്റെ കുട്ടീനെ കാണിച്ചു തായോ, എൻ്റെ കുട്ടീനെ കാണിച്ചു തായോ. ഓളില്ലെങ്കിൽ ഞാൻ ഇപ്പം ചാവേ. തള്ള പുലമ്പാൻ തുടങ്ങി. എന്നാലും നീ കടുങ്കൈ ചെയ്തല്ലോ മോളെ. ഇന്നലെ മോന്തിക്ക് തറവാട്ടുപറമ്പിലെ അസ്ഥിത്തറയിൽ വിളക്ക് വയ്ക്കാൻ പോയപ്പോഴും നീ പറഞ്ഞല്ലോ നാളെ വിളക്ക് വയ്ക്കാൻ നീ കാണൂലാന്ന്. എന്നിട്ടും ഞാൻ വിശ്വസിച്ചില്ലല്ലോ മോളെ. പെട്ടെന്ന് അനിയൻ വൃത്തയുടെ വായു മൂടി പിടിച്ചു. രേവ അവരെ ആശ്വസിപ്പിച്ചു. അവൾക്കൊന്നുമില്ല, ഉടനെ പുറത്തേക്ക് കൊണ്ടുവരും, സമാധാനമായിരിക്കുക. വളരെ പറഞ്ഞിട്ടാണ് തള്ള ഒന്ന് അടങ്ങിയത്. മണിക്കൂറുകൾക്ക് ശേഷം ഗംഗയെ വാർഡിലേക്ക് കൊണ്ടുവന്നു. വിനയൻ അവൾക്കായി സ്പെഷ്യൽ പേവാർഡ് ബുക്ക് ചെയ്തിരുന്നു. ബോധം ഉണ്ടായിരുന്നെങ്കിലും ഗംഗ കിടക്കയിൽ തളർന്നു കിടന്നതേയുള്ളൂ. അനിയൻ്റെ മുഖം കണ്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. രേവ അവളുടെ ശിരസിൽ തലോടി കൊടുത്തു. വൃദ്ധ അപ്പോഴും അവളുടെ കട്ടിൽ ചുവട്ടിൽ കുത്തിയിരുന്ന് എണ്ണിപ്പെറുക്കി കരഞ്ഞു. നാളെ എൻ്റെ ആങ്ങളെ മോനും കൂട്ടുകാരെയും കൂടി കല്യാണത്തിനെത്തുമ്പോൾ ഞാൻ എന്തു പറയൂ എൻ്റെ ഈശ്വര. അതായിരുന്നു അപ്പോഴും അവരുടെ സങ്കടം. നടന്ന കാര്യങ്ങൾ പറഞ്ഞാൽ മതി. വിനയൻ അവരെ സമാധാനിപ്പിച്ചു. കല്യാണം കഴിക്കേണ്ടത് ഗംഗയല്ലേ? അവൾക്ക് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എങ്ങനെ അത് നടക്കും? നിർബന്ധിച്ച് വിവാഹം ചെയ്യിക്കുന്നത് കുറ്റകരമാണ്, അറിയോ? ഈ കല്യാണം മുടങ്ങിയാൽ ഇനി ഓൾക്ക് ആര് വരും? മൂത്ത് നരക്കില്ലേ? എൻ്റെ കാലം കഴിഞ്ഞാൽ ഓൾ എങ്ങനെ ഒറ്റയ്ക്കൊരു പുരയിൽ? വളർത്തമ്മയുടെ കരച്ചിൽ ഗംഗയും കേൾക്കുന്നുണ്ടായിരുന്നു. അവൾ ചുണ്ട് കടിച്ച് തേങ്ങലൊതുക്കി. ഈറൻ കണ്ണുകൾ അനിയന് നേരെ തിരിഞ്ഞു. അവളുടെ കല്യാണം ഞങ്ങൾ നടത്തി തന്നാലോ? വിനയൻ ചോദിച്ചു. വൃദ്ധ ആഹ്ലാദത്തിൽ ചാടി എഴുന്നേറ്റു. അവളത് സമ്മതിക്കുമോ മോനെ? തീർച്ചയായും, വിനയൻ ഏറ്റു. വിനയനും രേവയും ചേർന്ന് വൃത്തയെ വിളിച്ച് മുറിക്ക് പുറത്തേക്ക് കൊണ്ടുപോയി. മുറിയിൽ അനിയനും ഗംഗയും തനിച്ചായി. അവൻ അവൾക്കരികിൽ കിടക്കയിലിരുന്നു. നീ എന്തേ കാണിച്ചത്? വല്ലത് സംഭവിച്ചു പോയിരുന്നെങ്കിലോ? അവളുടെ ചുണ്ടുകൾ വിതുമ്പി കൂടി. ഞാൻ വരുമെന്ന് നീ പ്രതീക്ഷിച്ചിരുന്നില്ലേ? എന്നെ നിനക്ക് വിശ്വാസമില്ലായിരുന്നില്ലേ? ഉവ്വ്, അവൾ ആദ്യമായി ശബ്ദിച്ചു. ഞാൻ കാത്തിരുന്നു. എത്ര നാളുകൾ? അവളുടെ സ്വരം ചിന്നിച്ചിതറി. തിരികെ വന്നാലോ എന്ന് പോലും കരുതി. പക്ഷേ അനിയേട്ടൻ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ലല്ലോ. എന്നെപ്പോലൊരു പെണ്ണ് ആരും തുണയില്ലാത്ത പട്ടണത്തിലെത്തിയാൽ അത് ഓർത്തപ്പോഴെനിക്ക് പേടിയായി. വരാതിരുന്നത് എത്ര നന്നായി. അവൻ അവളുടെ ചുമലിൽ സ്നേഹപൂർവ്വം തട്ടി. ഇന്നലെ അസ്ഥിത്തറയിൽ വിളക്ക് വയ്ക്കാൻ ചെന്നപ്പോൾ ചാക്കുണ്ണി മാപ്പിള പറഞ്ഞു തറവാട് അനിയേട്ടൻ തിരിച്ചു വാങ്ങിയെന്ന്. എനിക്ക് സങ്കടം പൊട്ടി. എന്നിട്ടും എന്നെ കാണാനൊന്നും വന്നില്ലല്ലോ എന്ന്, എന്നെ ഒന്ന് തിരക്കി വന്നില്ലല്ലോ എന്ന്. അനിയേട്ടൻ എന്നെ മറന്നു കാണുമെന്ന് ഞാൻ നിരീക്ഷിച്ചു. അവൾ ഉറക്കെ ഏങ്ങലടിച്ചു. അനിയേട്ടൻ മറന്നാലും എനിക്ക് മറക്കാൻ പറ്റില്ലല്ലോ. മറ്റൊരാളോടൊപ്പം ജീവിക്കാനും വയ്യ. അതാ ഞാൻ. അവൾ വിതുമ്പിക്കരഞ്ഞു. അവൻ അവളുടെ കവിളിലൂടെ വിരലോടിച്ചു. ആ കണ്ണീർ തൊട്ടെടുത്തു. ഞാനെത്തും മുമ്പ് തറവാട് പൊളിക്കുമോ എന്നുള്ള ഭയം കൊണ്ടാണ് ആദ്യം അത് കൈക്കലാക്കിയത്.
നിന്റെ കാര്യത്തിൽ എനിക്ക് എന്നേക്കാൾ വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വൈകിയത്. എങ്കിലും വൈകിയത് തെറ്റായിപ്പോയി എന്ന് എനിക്കറിയാം. അതിന് മാപ്പ് മോളെ. അനിയേട്ടൻ്റെ വീട്ടുകാർ ഇതിന് സമ്മതിക്കുമോ? കണ്ണീരിൽ അവൾ ചോദിച്ചു. നിന്നെ കൂട്ടിക്കൊണ്ടു പോവാനാണ് ഞാൻ ഏട്ടനെയും ഏട്ടത്തിയമ്മയും കൂട്ടി വന്നിരിക്കുന്നത്. അപ്പോഴും അവൾ കരഞ്ഞു, മുഖം പൊത്തി ഉറക്കെ ഏങ്ങലടിച്ച്. നല്ല കാര്യം പറഞ്ഞാലും കരയുക? അതോ നിനക്ക് കരയാൻ മാത്രമേ അറിയൂ? കരച്ചിൽ തുടർന്നതല്ലാതെ അവൾ മറുപടി പറഞ്ഞില്ല. 2-ാം ദിവസം വൈകുന്നേരം അവളെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തു. വിഷക്കായിയാണെന്നറിയാതെയാണ് പറിച്ചു തിന്നതെന്നായിരുന്നു അവളെ കൊണ്ടുവന്നവർ ഡോക്ടറോട് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് ആത്മഹത്യാശ്രമത്തിൻ്റെ ശിക്ഷയിൽ നിന്നും അവൾക്ക് ഒഴിയാൻ കഴിഞ്ഞിരുന്നു. സന്ധ്യയോടെ അവർ തറവാട്ടിലെത്തി. കാളിത്തള്ള അവരുടെ കുടിലിൽ നിന്ന് ഓടത്തിൽ എണ്ണത്തിരി കൊണ്ടുവന്നു. രേവയാണ് അത് വാങ്ങി അസ്ഥിത്തറയിൽ ദീപം വെച്ചത്. പിന്നെ അവർ പടിയിറങ്ങി നടവരമ്പിലുള്ള കുടിലിലെത്തി. മുഹൂർത്തം നോക്കാതെ, ചടങ്ങുകളില്ലാതെ നിങ്ങളുടെ ഗംഗയെ എൻ്റെ അനിയനൊപ്പം അയച്ചൂടെ? വിനയൻ കാളിത്തള്ളയോട് ചോദിച്ചു. ആശുപത്രിയിൽ വെച്ചുണ്ടായ സംസാരത്തിൽ നിന്നും കാര്യങ്ങൾ ഏകദേശം വൃത്തം മനസ്സിലാക്കിയിരുന്നു. എങ്കിലും നേരിട്ടുള്ള ചോദ്യത്തോടെയാണ് അവർക്ക് തീർച്ചയായത്.